ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ടുള്ള ഓരോ കാര്യങ്ങളും ആണ്. ഉച്ചയ്ക്ക് കഴിക്കുന്നിടം വരെയുള്ള കാര്യങ്ങളാണ്. ഡോഗ്സിന് ആഹാരം കൊടുക്കുന്നിടം വരെയുള്ള ചിട്ടയോടുകൂടിയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്, കാണിക്കുന്നത്. എല്ലാം പറയാം. നമുക്ക് വീഡിയോ കാണണം. കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു അങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷെ വൈകിട്ട് വരെ ആയിരിക്കും അവർ ഓർത്തേക്കുന്നത്. പക്ഷെ നമുക്ക് വൈകിട്ട് വരെ എടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ പോലെ ആയിപ്പോവും. വീഡിയോ ഒന്നും അപ്ലോഡ് ആവത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ വീഡിയോ അങ്ങിടുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഉച്ചയ്ക്ക് തൊട്ടുള്ളത് വൈകിട്ട് വരെ. ഉച്ച കഴിഞ്ഞ് വലിയ പണികളൊന്നും ഇല്ലല്ലോ ആർക്കും. ഉച്ച കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ചായ വെക്കുക, കഴിക്കുക, നടയെ കുത്തിയിരിക്കുക, തൂത്തുവാരുക, തീർന്നു. പിന്നെ രാത്രിയിലെല്ലാം ഉണ്ടാക്കാൻ തീർന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഉച്ച വരെയല്ലേ നമ്മളെല്ലാവരും തലകുത്തി മറിഞ്ഞുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോഴും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കാൻ നമുക്ക് കിട്ടും. കാരണം നമ്മൾ നേരത്തെ കാലത്തെ എല്ലാ ജോലിയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് റെസ്റ്റ് എടുക്കാം അല്ലേ. എൻ്റെ കാര്യം അങ്ങനെയാണ്. ഞാൻ ടൈം ടേബിൾ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ടൈം ടേബിൾ മാത്രമേ തന്നെ എനിക്ക് ഇരിക്കാനും എല്ലാം, കിടക്കാൻ സമയം കിട്ടും, ഇരിക്കാൻ സമയം കിട്ടും, എല്ലാത്തിനും എനിക്ക് സമയം കിട്ടാറുണ്ട്. പുറത്തെ കാര്യങ്ങൾക്ക് വേണം, ചിലപ്പോൾ പുറത്തും പോകും, എന്നാലും എനിക്ക് സമയം കിട്ടും കേട്ടോ. പിന്നെ നമുക്കപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണം. പിന്നെ ഞാൻ ആ കൂട്ടത്തിൽ എൻ്റെ പെട്ടെന്ന് എങ്ങനെ ഷോൾ ഇടാമെന്നും പറഞ്ഞ് ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം. അത് ഞാൻ പഴയ വീഡിയോ 2-3 അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം. സാധാരണ ഞാൻ രാവിലോട്ട് വൈകിട്ട് എന്തെങ്കിലും ആഹാരങ്ങളൊക്കെ വെക്കുന്നതാണ് കാണിക്കുന്നത്. അതുപോലൊക്കെ തന്നെ ഉള്ളതായിരിക്കും നിങ്ങൾ കാണുമ്പോൾ. എന്താണേലും കാണുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബ്രഷ് ചെയ്ത് കഴിഞ്ഞു. ഒരു കാര്യം കാണിക്കാൻ മറന്നു. എഴുന്നേൽക്കുന്ന പറഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും കേട്ടോ. അത് കാണിച്ചില്ല, മറന്നുപോയി. മുഖം ഒന്ന് സോപ്പിട്ട് കഴുകും. അപ്പോഴേ ചായ ഇടാൻ നോക്കിയപ്പം ഇതിനകത്ത് പഞ്ചസാര ഇത്ര പോകും. നമുക്ക് പഞ്ചസാര നേരത്തെ ഒരു ദിവസത്തേക്കുള്ള വാങ്ങിച്ചു വെക്കുമല്ലോ, ഇത്രയും കൂടെ ഉണ്ട്. അതിനകത്തോട്ട് കുറച്ച് നമുക്ക് ഇട്ട് വെക്കാം. ചായ കുടിച്ചാൽ ഒരു ഫ്രഷ് ആവും. ഇട്ട് വെച്ച് ഇനി എങ്ങനെ എൻ്റെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് തന്നെ ഗ്യാസൊക്കെ തുടച്ചിടുമായിരുന്നില്ല രാത്രി. ഇനി ഗ്യാസ് അടുപ്പ് ഓണാക്കട്ടെ. കത്തിച്ചു. നമ്മുടെ പാലിനെ അങ്ങോട്ട് വെച്ചേക്കാം. പാലങ്ങ് തിളച്ച് മാറ്റിയിടാൻ കഴിഞ്ഞാൽ, പാല് പിള്ളേർക്കും നമ്മുടെ ചാർലിക്കും കൂടെ ഉള്ള പാലാണ്. പാലിനെ അങ്ങോട്ട് മാറ്റിയിടാൻ കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങളുടെ ചായ വെക്കും. അതിനിപ്പുറം തിളപ്പിക്കാൻ വെള്ളം വെക്കും. കുടിക്കാനുള്ള വെള്ളം എടുത്തോണ്ട് ഇത് സോളാറിൽ നിന്ന് എടുക്കും. സോളാറിൽ പക്ഷെ കുറച്ച് ചൂടേ ഉള്ളൂ. മഴയല്ലായിരുന്നോ ഭയങ്കര. ഇന്ന് പക്ഷെ നല്ല ഇറക്കം, വെള്ളം നല്ല ഇറക്കമുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. തിളയ്ക്കാനുള്ള വെള്ളം കൂടെ അപ്പൊ തിളയ്ക്കാനുള്ള വെള്ളവും കൂടെ ഇങ്ങോട്ട് വെച്ചേക്കാം. തിളയ്ക്കാനുള്ള വെള്ളം വെച്ചു. ഇനി നമുക്ക് പാലിൽ തിളച്ചില്ല. പാലൊക്കെ തിളച്ച് കഴിഞ്ഞ് ചായ കുടിക്കാൻ നേരം, ചായ ഇടാൻ നേരം കാണാൻ കേട്ടോ. എല്ലാവരുടെ പാല് തിളച്ചു. ഈ ചരുവത്തിന്റെ ഒരു സൈഡ് ഇങ്ങനെ ഒരു വട്ടം ഉണ്ടല്ലോ, അവിടം വരെയാണ് ഇവരുടെ 2 ഗ്ലാസ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാലോ, എന്നും എടുത്തെടുത്ത് അറിയാം. നല്ല മോൻ വന്നിട്ടുണ്ട്. അപ്പം ബാക്കി വരുന്ന പാലിനെ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇവിടെ വെച്ചേക്കും, അടച്ചു വെച്ചേക്കും. എന്നിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ പുറത്തോട്ടെടുത്ത് വെക്കും. അപ്പോൾ പിള്ളേർ വരുമ്പോഴത്തേക്കും എഴുന്നേക്കും. അവർക്കുള്ള പാല് ചൂടായി തന്നെ ഇരിക്കുമല്ലോ. ഇത് ചാർലിയുടെ പാല് ഇതിനകത്ത് മാറ്റി വെക്കും. ഇനി നമ്മുടെ പാല് 2 ഏലക്കയൊക്കെ പൊട്ടിച്ചിട്ട് രാവിലെ ചായ കുടിക്കുന്നത്. നല്ലൊരു ഉണർവായ ഏലക്കയൊക്കെ പൊട്ടിച്ചിട്ട് പാല് കുടിച്ചാൽ നല്ലൊരു സുഖം കിട്ടും നമുക്ക്. ഇത് അമ്മയ്ക്കും എനിക്കും ചേട്ടനും കൂടെ ഉള്ള ചായയാണ്.
തനിപ്പാലാണ്. 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കും. ഇത് മുഴുവൻ തനിപ്പാൽ 3 ഗ്ലാസ് ഉണ്ട്. അതിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളം ചേർക്കും. പശുവും പാൽ, ഒറിജിനൽ പശുവും പാലാണ്, അണ്ണാച്ചിടയിൽ നിന്ന് മേടിക്കുന്നതാണ്. അപ്പോൾ ഏലക്കയും കൂടെ പൊട്ടിച്ച്, ഏലക്ക പൊട്ടിച്ചിട്ടിട്ട് തിളയ്ക്കാറാകുമ്പോൾ കാണാം കേട്ടോ. അപ്പം നമ്മുടെ ഏലക്കയൊക്കെ പൊട്ടിച്ച് ഇത് വെച്ചാണ് നമ്മുടെ ഏലക്ക ഇടിക്കുന്നത് കേട്ടോ. എനിക്ക് രാവിലെ തന്നെ പല്ലൊക്കെ തേച്ചൊരു ചായ കൂടി കഴിഞ്ഞാൽ എനിക്കൊരു നല്ലൊരു എനർജി കിട്ടത്തുള്ളൂ. ആ ചായ എനിക്ക് എപ്പോഴാണെങ്കിലും എനിക്ക് വേണം. എവിടെ ചെന്നാലും എനിക്ക് ആ ചായ വേണം. നമ്മളിപ്പോൾ ടൂർ പോകുമ്പോഴാണെങ്കിലും ഇവിടെ നമുക്ക് എല്ലാവർക്കും ചായ വേണമല്ലോ. അതുകൊണ്ട് പിന്നൊരു കാര്യമുണ്ട്, എവിടെയെങ്കിലും പോകുമ്പോൾ ചായ ആ സമയമൊന്നും കിട്ടിയില്ലെങ്കിൽ അയ്യോ എനിക്ക് ചായ വേണേന്നും പറഞ്ഞൊന്നും ഞങ്ങൾ ആരും പറയത്തില്ല. ആ സമയത്തെ എങ്ങനെയാണോ അതേ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നവരാണ് നമ്മൾ പെണ്ണുങ്ങളല്ലേ. ആണുങ്ങൾ പിന്നെ പുറത്ത് എവിടെയെങ്കിലും ഇറങ്ങിയിട്ടാണെങ്കിലും പോയി ചായ കുടിക്കാം. എന്നാലും അങ്ങനെ വല്ലതും കുടിച്ചാലും ചേട്ടൻ എനിക്കും മേടിക്കും. പിന്നെ എല്ലാവരുടെ ഒക്കെ ഒന്നിച്ചോടൊപ്പം നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളങ്ങ് പോകും. അല്ലാണ്ട് നമ്മൾ വലിയ ഭാവത്തിലൊന്നും അയ്യോ ഞാൻ ചായ കിട്ടിയിട്ടേ ഇതാവത്തുള്ളൂ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ചായ തിളക്കട്ടെ, എന്നിട്ട് കാണാവേ. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് അരിയിടാനുള്ള വെള്ളമൊക്കെ ഞാൻ എടുത്തവിടെ വെച്ചേക്കും. അപ്പൊ നമ്മുടെ ചായയൊക്കെ തിളച്ച് പൊങ്ങി വന്നു. പിന്നെ നമ്മുടെ തേയില അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. എവിറ്റി തേയിലയുടെ തേയില ഇട്ട് കൊടുത്ത് ചായ തിളച്ചങ്ങോട്ട് വരുമ്പോഴേ ആ ഏലക്കാടെ അങ്ങോട്ട് ആ മണവും ഗുണവും എല്ലാം അങ്ങോട്ട് ഇറങ്ങി നല്ല ഫ്രഷ്നെസ് കിട്ടും, നമുക്കും കിട്ടും. നല്ലൊരു ശരീരത്തിനൊക്കെ നല്ലൊരു ഇതാണ് ഏലക്ക ചായ രാവിലെ തന്നെ കുടിക്കുമ്പോൾ. എനിക്ക് കേട്ടോ, എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ഓരോരുത്തർക്കും ഓരോ രീതികളല്ലേ അല്ലേ. ഇച്ചിരി നേരം തേയില ഇട്ടങ്ങോട്ട് ഞാനിട്ട് ഒന്ന് പൊങ്ങി ഇങ്ങനെ വരുമ്പോൾ കുറയ്ക്കും, പിന്നെ ഇങ്ങനെ പൊങ്ങി തിളച്ച് വരുമ്പോൾ കുറയ്ക്കും. അങ്ങനെയാണ് ഞാൻ ചായ ഇടുന്നത്. ഇല്ല തിളച്ച് കഴിഞ്ഞാൽ ചായയുടെ ഗുണമെല്ലാം ഒരുമാതിരി ആയിരിക്കും, ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പൊ ഇതങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ അരിയുടെ വെള്ളം അങ്ങോട്ട് വെക്കും. അരി കഴുകിയിട്ടില്ല, അരിയുടെ വെള്ളം വെക്കും. അപ്പൊ ഞങ്ങൾ അവിടുന്ന് ചായ കുടിക്കുന്ന സമയം കൊണ്ട് ഈ അരിയുടെ വെള്ളം കുറച്ചും കൂടി ചൂടാവും. ചായ കുടിച്ചിട്ട് അരി കഴുകി അടുപ്പത്തിടും. ചായ വെച്ചു. വെള്ളം വെച്ചു. തീ കുറച്ചെടുത്തോളൂ, കാരണം ചായ കുടിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മതിയല്ലോ. അപ്പൊ ചായ അങ്ങോട്ട് ഇതാക്കട്ടെ. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് വന്ന് അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയത് വെള്ളമാണ്. വെള്ളം എവിടം വരെയായെന്ന് കാണിച്ചു തരാം. എന്താ പെട്ടെന്ന് ഇറങ്ങിയില്ല, ഉണ്ടോ? ഇത്രക്കേ ഉള്ളൂ. ഒന്ന് വേഗം ഒന്ന് കയറി വരുമ്പോഴത്തേക്കും ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതാ രാവിലെ ചേട്ടനും എഴുന്നേറ്റായിരുന്നു. ചേട്ടൻ എന്താ റോഡൊക്കെ റെഡിയാക്കി അടിച്ചു വിട്ടു കേട്ടോ. നല്ല വൃത്തിയാക്കി ഇട്ടു. ഇവിടം വരെ വെള്ളമായി. ഇനിയിപ്പോൾ പെട്ടെന്ന് ഇറങ്ങും. ഇതാ അങ്ങേയറ്റംകാർക്ക് അവിടം വരെയായി. അവിടുത്തെ ഇറങ്ങി. ആ നോക്കിക്കേ, നമ്മുടെ ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആയില്ലേ. ഇത് ചേട്ടനാണ് കേട്ടോ ഇവിടെ ക്ലീൻ ആക്കുന്നത്. ഇത് ക്ലീൻ ആക്കുന്നത് ചേട്ടനാണ്. ആർക്കാ സമയം എന്ന് വെച്ചാൽ അവർ ക്ലീൻ ആക്കും. രാവിലെ ചേട്ടൻ തന്നെയാണ് ഇവിടെ ക്ലീൻ ആക്കുന്നത്. ക്ലീൻ അല്ലേ? ക്ലീൻ ആണെന്ന് ഞാൻ തന്നെ പറയുന്നു. ഇതാ നിങ്ങൾ പറയുക ക്ലീനാണോ അല്ലയോ എന്നുള്ളത് കേട്ടോ. ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോകാം കേട്ടോ. എല്ലാവരും നോക്കി അങ്ങ് നിൽക്കുവാണ്, ഈ അമ്മച്ചി എവിടോട്ടാണ് ഇറങ്ങുന്നതെന്നുള്ളത് കണ്ടോ. എല്ലാവരും നോക്കി നിൽക്കുക. ചായ കുടിക്കുമ്പോഴത്തേക്കും വെള്ളവും തിളച്ചു. അപ്പം ചേട്ടൻ്റെ ചായ ദാ ഞാൻ ചേട്ടനെടുക്കുന്നു. ചേട്ടാ ചായ. ഇനി ഞാൻ എൻ്റെ ചായ എടുക്കട്ടെ. ഇത് എൻ്റെ അമ്മയുടെയും കൂടെ ഉള്ള ചായയാണ്. അമ്മയ്ക്ക് അവിടെ അടച്ച് വെച്ചേക്കും. അമ്മ വരുമ്പോൾ അമ്മ കുടിക്കും. ചൂടില്ലെങ്കിൽ അമ്മ തിളച്ച വെള്ളത്തിൻ്റെ പുറത്തോട്ട് വെക്കും.
ഇപ്പം ഞാൻ അമ്മയുടെ ചായ തിളച്ച വെള്ളത്തിൻ്റെ പുറത്ത് വെക്കും. പിള്ളേർ അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരും. കണ്ട, ഞങ്ങൾ രണ്ടും ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടാണ് ഇതാ ചേട്ടൻ്റെ ഗുഡ് മോർണിംഗ് വിടുന്നു. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ എല്ലാവർക്കും ഉള്ളത് വിടും. എന്നിട്ട് ഞാൻ യൂട്യൂബിൽ ഇന്നലത്തെ വീഡിയോ എത്ര കയറി, ഏണത്ര വന്നു, അതൊക്കെ നോക്കും. എന്നിട്ടാണ് ബാക്കി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോക്കുന്നത്. അത്രയായപ്പോഴത്തേക്ക് ദാ നമ്മുടെ അമ്മ എഴുന്നേറ്റൊക്കെ വന്നു. അമ്മ പല്ലൊക്കെ തേച്ചു അല്ലേ, പല്ലൊക്കെ തേച്ചു വന്നു. ഇതാ ചായ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. അമ്മ വിളക്കും കൂടെ തേച്ച് വെച്ചിട്ട് അമ്മ വന്ന് ചായ കുടിക്കത്തുള്ളൂ. വെള്ളിയാഴ്ച അല്ലേ. ഞാൻ അരിയൊക്കെ കഴുകി അടുപ്പത്തിടട്ടെ. അപ്പം നമ്മൾ അരിയെല്ലാം കഴുകി കൊണ്ടുവന്നു. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചാലും തിളച്ചില്ലേലും ഞാൻ അരി ഇടും. പിന്നെ തിളച്ചങ്ങോട്ട് എടുത്ത് കുക്കറിനകത്ത് ചാക്സന്റെ തെർമൽ കുക്കറിലോട്ട് എടുത്തങ്ങ് വെക്കും. ആ ഒരു വലിയ പണി കഴിഞ്ഞാന്നല്ലേ വീട്ടമ്മമാരുടെ എല്ലാവരുടെയും വിചാരം. ഗ്യാസ് ഇതുപോലെ വെക്കുന്നവരുടെ കേട്ടോ. അപ്പൊ ആ അടുപ്പത്ത് വെക്കുന്നവർക്കൊക്കെ നല്ല പണി തന്നെയാണ്. കാരണം അതിൻ്റെ ഇടയിൽ അടുപ്പ് കത്തുന്നുണ്ടോ എന്ന് എല്ലാം നോക്കണം. നല്ല പണിയാണ്. ഇതാകുമ്പോൾ വലിയ പണിയൊന്നുമില്ല, ഉള്ള കാര്യം പറയാം. എന്നും പറഞ്ഞ് ഞാനും അടുപ്പൊക്കെ കത്തിക്കാറുണ്ട് പുറത്ത് ഇടയ്ക്ക്. ഇന്നലെ ഞാൻ കത്തിച്ച് നിങ്ങളെ കാണിച്ചില്ലെന്നേ ഉള്ളൂ. കാരണം ഗ്യാസിന് ഷോർട്ടേജ് വരുമോ എന്നൊരു പേടിയായിപ്പോയി. നേരത്തെ ഞാൻ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു ഗ്യാസേ. അപ്പോഴത്തേക്കും എനിക്ക് പേടി, വെള്ളപ്പൊക്കല്ലായിരുന്നു, തീരുവോന്ന്. ബുക്ക് ചെയ്തിട്ടുണ്ട്, അവർ കൊണ്ടുവരും. പക്ഷെ വെള്ളം ആയതുകൊണ്ട് കൊണ്ടുവരത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്നലെ ഞാൻ തീയലിനുള്ള കപ്പളങ്ങ വഴറ്റിയത്, മെഴുക്കുവരട്ടി വെച്ചത് എല്ലാം ചിരട്ട, 2 ചാക്ക് ചിരട്ട നിറച്ചിരിപ്പുണ്ട്. അപ്പൊ അത്യാവശ്യ സന്ദർഭങ്ങളിൽ എടുത്ത് ആ അടുപ്പത്ത്, പുറത്തിരിക്കുന്ന അടുപ്പത്ത് വെച്ച് അത്രയും കാര്യം ഇന്നലെ ഞാൻ ചെയ്തു. അതിനൊക്കെയല്ലേ കൂടുതൽ ഗ്യാസ് വേണ്ടിയത് നമുക്ക്. അപ്പം ഇതിന് തിളക്കട്ടെ. തിളച്ചിട്ട് നമ്മളെല്ലാവരും അടുപ്പ് കത്തിച്ചൊക്കെ അല്ലേ ഇത്ര ആയതല്ലേ. ഇപ്പോഴും കത്തിക്കാൻ തയ്യാറാണ്. എനിക്കിഷ്ടമാണ് വിറകൊക്കെ ഉണ്ടെങ്കിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പക്ഷെ ഇപ്പം മഴ സീസൺ ആയിട്ട് ഇങ്ങോട്ട് നീക്കി അടുപ്പെടുത്ത് ചേട്ടൻ വെച്ചത്. എന്നിട്ടാണ് ഞാൻ അതിനകത്ത് ചെയ്തത്. ഇനിയിപ്പോൾ ഇത് തിളച്ചെല്ലാം അങ്ങോട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും ഞാൻ കടലയുടെ ഒന്ന് കഴുകി വെച്ച് കുക്കറിനകത്ത് കടലയിട്ട്, പിന്നെ സവോള, ശകല ഇഞ്ചി, ഉപ്പും ഇത്രയും മാത്രം ഇട്ടിട്ട് വെന്തതിന് ശേഷമാണ് മറ്റേ നമ്മുടെ തേങ്ങ എല്ലാം കൂടെ അരച്ച് ചേർക്കണ്ടേ. അപ്പൊ അത്രയും വേഗം വെക്കട്ടെ. ഇനി നമുക്ക് കടലക്കറിയല്ല, കടലക്കറിക്ക് വേണ്ട തേങ്ങ നമുക്ക് തിരുമാം. എല്ലാം കഴുകിയെടുത്ത് അതിനുള്ള തേങ്ങ നമുക്ക് തിരുമ്മിയെടുക്കാം. തിരുമട്ടെ. അപ്പൊ നമ്മൾ തേങ്ങ തിരുമാം. തേങ്ങ തിരുമ്മി മൊത്തം കാണിച്ചോണ്ട് നിന്നാ നമ്മുടെ വീഡിയോ നീണ്ടും. അതുകൊണ്ട് തിരുമ്മിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വരട്ടെ. തിരുമട്ടെ. അങ്ങനെ നമ്മൾ ഇന്നത്തേക്കുള്ള തേങ്ങ തിരുമ്മി, അതായത് പുളിശ്ശേരി, പിന്നെ നമ്മുടെ കടലക്കറിക്കുള്ള തേങ്ങയാണ് തിരുമ്മിയത്. ഇനി നമുക്ക് ഈ തേങ്ങയുടെ ചിരട്ട എവിടെ കൊണ്ടിരുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ തേങ്ങയുടെ ചിരട്ട ഇടുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ. ദാ ഇവിടാണ് വെക്കുന്നത്. മൂടി വെച്ചേക്കുക. ഇതിനിടയിൽ കൈയൊന്നും ഞങ്ങൾ ഇടത്തില്ല. കാരണം പതുക്കെ ഇടുള്ളൂ. വെള്ളം കയറിയിരുന്നാൽ നമ്മൾ അറിയത്തില്ല ഈ തണുപ്പത്തൊക്കെ. അതുകൊണ്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഇവിടെ വെക്കും. ഇതൊരു ചാക്ക് ചിരട്ട ചേട്ടൻ കെട്ടി വെച്ചേക്കുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ. നമ്മുടെ എലിപ്പെട്ടി അങ്ങനെ ഇരിപ്പുണ്ട്. ഇപ്പം എലിയൊന്നും ഇല്ല. അപ്പം നമുക്ക് തിരിച്ച് വീണ്ടും അടുക്കളയിലോട്ട് തന്നെ പോകാം. അപ്പം നമ്മുടെ കടലക്കറിക്ക് വേണ്ടിയ സാധനങ്ങളെല്ലാം നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതും പുളിശ്ശേരിയുടെ അരച്ച് വെച്ചിട്ട് ഞാൻ പോയി കുളിക്കും. ചില ദിവസം രാവിലെ കുളിക്കും. കുറച്ച് അടുപ്പിച്ച് വെച്ചിട്ട് കുളിക്കുമല്ലേ നല്ലത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടു. നമ്മുടെ കുക്കർ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ കിടന്ന് പോകുന്നുണ്ട് കടലയായിട്ട്. മുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് മല്ലിപ്പൊടിയും കൂടെ, മല്ലിപ്പൊടി ഇട്ടു. ശകലം ഗരം മസാല മതി. എന്നിട്ട് ചൂടാക്കിയിട്ട് അരച്ചിട്ടൊക്കെ കാണാം. പുളിശ്ശേരിയുടെ വെച്ച് അരക്കണം.
8 രൂപ ചേട്ടന് കൊണ്ട് കൊടുത്തപ്പം 8 രൂപ എന്തിനാന്ന് ചോദിച്ചപ്പം വെട്ടി കളിക്കാനാന്ന് പറഞ്ഞു. അതൊന്ന് പോയി നോക്കട്ടെ എന്താ സംഭവം എന്നുള്ളത്. നമ്മുടെ തെങ്ങേന്ന് കുറച്ച് തേങ്ങായും കിട്ടി കേട്ടോ. അതെല്ലാം പെറുക്കി ചേട്ടൻ കൊണ്ടിട്ടു. ഇവിടെ എന്താ സംഭവം നോക്കട്ടെ. ആ ഇതിനെ വെട്ടാനല്ലേ? അവിടെ വെച്ചത്. അത്ര മതി. അയ്യോ അത് മേളിൽ പിടിച്ചാണ് മാറിയെന്നാണ്. വഴങ്ങി വീഴും കേട്ടോ. അങ്ങോട്ട് തട്ടിക്കെട്ടോ, അപ്പുറത്തോട്ട് തട്ടും. ഓ അത് വെട്ടിയിട്ട് അതിനെ മേളിൽ ഇത് വെച്ച് കമത്തി വെച്ചിട്ട് അവിടെ നിന്നത് കിളുക്കുവാണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ. കിളുക്കും, പക്ഷേ ഇലകളൊക്കെ വരുന്ന എനിക്കറിയാം. ഒരുമാതിരി ഇല്ലാത്തൊരു ഇതിലില വരും. എന്നാലും സാരില്ല, നമുക്ക് അറിയാം എങ്ങനെയുണ്ട് സംഭവം എന്ന്. അപ്പം അത് റെഡിയാക്കുവാണേ. കപ്പളത്തിൻ്റെ മണ്ട വെട്ടിയിട്ട് ഞാനപ്പോൾ ഈ അടുക്കളയിലെ പണി അത്രയാക്കി വെച്ചിട്ട് എന്നെ ഇടയ്ക്ക് വിളിച്ചതെന്ന് ഓർത്തോണം. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ആണുങ്ങൾ. നമ്മുടെ പണി അവിടെ കിടക്കുന്നു. കരണ്ട് പോയാൽ നമ്മുടെ പണി അവതാളത്തിലാവും. ഇത് വെച്ച് കപ്പളത്തിൻ്റെ മണ്ട മൂടി വെക്കാനാണ്. അപ്പം അതിനെ അവിടെ മൂടി വെച്ചു. അയ്യോ ഒരാളെ വിളിച്ച് എഴുന്നേറ്റ് വന്നു. നമ്മുടെ ചെറിയ ആള് അവിടെ നിന്ന് പക്രുവിനെ കളിപ്പിക്കുക. വേഗം പല്ലൊക്കെ തേച്ച് പോയി പഠിക്കുക. മോൻ ചോദിച്ചായിരുന്നു വെള്ളം ഇറങ്ങിയത്. അപ്പം ഞാനതെല്ലാം കൊണ്ട് കൊടുത്തു. വെള്ളവും കൊണ്ട് കൊടുത്തു, വെച്ചറായും കൊണ്ട് കൊടുത്ത ആ മൂടി വെക്കാനുള്ളതും കൊണ്ട് കൊടുത്തിട്ടാണ് ഈ വരവ് വരുന്നത്. നമ്മുടെ ജോലിയുടെ ഇടയിലല്ലേ നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പം നമ്മുടെ പണി ഇച്ചിരി പെൻഡിങ്ങിലാവും. പക്ഷെ നമുക്ക് ആ സമയത്ത് വെന്ത് കിട്ടിയില്ലേ നമുക്ക് അതിൻ്റെതായ ടെൻഷൻ നമുക്കുണ്ട്. മറ്റുള്ളവർക്ക് അത് പറഞ്ഞാൽ അറിയത്തില്ല, ആണുങ്ങൾക്കല്ലേ. അവർ ചോദിക്കും എന്തിനാ കൃതി വെക്കുന്നത്. പക്ഷെ 1 മണിയാകുമ്പം ചോറ് റെഡി ആവണ്ടേ? റെഡി ആയില്ലേ 1:30 ആയാലും ഒന്നും പറയത്തില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്ത് നമുക്ക് ശരിയാക്കി 1 കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ആരാണ്ട് എന്തോ പേടിപ്പിക്കുന്ന രീതിയാണ്. ആരും ഒന്നും പറയാനില്ല. പക്ഷെങ്കിൽ നമുക്ക് അങ്ങനെ ഒരിതായിട്ട് ശീലമായിപ്പോയി. പണ്ട് തൊട്ടേ അവിടെ അമ്മയും നമ്മുടെ അച്ഛനും എല്ലാം 1 മണിക്കാരായിരുന്നു. അപ്പം എനിക്ക് പറഞ്ഞ ആളും 1 മണിക്കാർ തന്നെയാണ് ചേട്ടന്. അപ്പം നമുക്ക് തന്നെ ടെൻഷനാണ്. നീ താമസിച്ച. പിന്നെ എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്ക് ചോറുണ്ട് 1:30-1:45 ആകുമ്പോഴേ ഡോഗ്സിനും എല്ലാം കൊടുത്തു തീരുന്നു. എല്ലാം കൊടുത്തു കഴിയുമ്പോൾ 1:45 ആകുമ്പോൾ നമ്മൾ മൊബൈലുമായിട്ട് കിടക്കാൻ കയറി കഴിഞ്ഞാൽ കിടക്കുമല്ല. കാരണം അവിടെ കിടന്നുകൊണ്ട് വീഡിയോയും എല്ലാം കണ്ട് കമൻറ്റിനുള്ള മറുപടി കുറേ എണ്ണം കൊടുക്കും. കുറേ വീഡിയോയും നേരത്തെ ഇടുന്നവരുടെ വീഡിയോ ബിജീസ് കിച്ചണൊക്കെ നേരത്തെ ഇടും. വീട്ടമ്മ നമ്മുടെ ജീനാസ് വെറൈറ്റി വ്ളോഗ്സ് നേരത്തെ ഇടും. ജീനാസ് വെറൈറ്റി വ്ളോഗ്സ് പേരാക്കിയല്ലോ ജീനാടെ. അപ്പം അതുമല്ല നേരത്തെ ഇടും. അപ്പം അവരുടെയൊക്കെ വീഡിയോ കാണും. അപ്പം ഇതാക്കിയിട്ട് പുളിശ്ശേരിയുടെ ഇതും കൂടെ അരക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ പോയി കുളിക്കാൻ പോകും. ഞാൻ അരയ്ക്കാൻ പോകുമ്പോഴത്തേ ഇവിടെ ഒരാൾ എന്താ കറി വെക്കണ്ടേന്ന് നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇന്ന് തന്നെ അമ്മ നമുക്ക് വെക്കണ്ടേ? ഇന്നെ ഒരു പാവയ്ക്കായും 2 അച്ചിങ്ങയും കൂടെ വെക്കാം. അതാണ് ഇന്ന് വെക്കുന്നത്. അതിനകത്തെല്ലാം ഇരിപ്പുണ്ടല്ലോ ഫ്രിഡ്ജിനകത്ത്. തീയലിരിപ്പുണ്ട്. എനിക്ക് എന്തായാലും പുളിശ്ശേരി വെക്കണം ഇച്ചിരി. അമ്മയ്ക്ക് തീയലെടുക്കാമല്ലോ. അവർക്ക് പുളിശ്ശേരിയും വെച്ച് ചിക്കൻ മേടിച്ചല്ലോ. ആ ചിക്കൻ കറിയും കൂടെ വെക്കാം. അപ്പം അവരുടെ ആയില്ലേ. നമുക്ക് എനിക്ക് പുളിശ്ശേരി ഇഷ്ടം, അമ്മയ്ക്ക് തീയലും ഉണ്ടല്ലോ. നല്ല ടേസ്റ്റാണ്, കോമ്പിനേഷനാണ്. അപ്പം മെഴുക്കോരട്ടിയും കൂടെ വെച്ചാൽ മതിയല്ലോ. അപ്പം അമ്മ മെഴുക്കോരട്ടിയുടെ അരിഞ്ഞോ, ഞാൻ തീയൽ നല്ല കടലക്കൊക്കെ അരക്കട്ടെ. അപ്പോഴത്തേക്കും മോൻ എഴുന്നേറ്റ് വന്നു. അവനിതാ പാലൊക്കെ എടുത്തു കൊടുത്തു. രാവിലെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു. നമ്മുടെ കടലക്കറി അങ്ങ് ചേർത്ത് നമുക്ക് ദോശ ഉണ്ടാക്കി. നമ്മുടെ 2ാമത്തെ ആള് പഠിക്കാനിരിക്കുന്നു. എഴുന്നേറ്റ് ഞാൻ ഓടിയെങ്കിലേ ഒരു ദോശ കഴിച്ചിട്ടേ പഠിക്കുള്ളൂന്നാ പറഞ്ഞേ. അപ്പൊ പിന്നെ പെട്ടെന്ന് ദോശ ഉണ്ടാക്കി കൊടുത്തേക്കാം എഴുന്നേറ്റ് ഓടിയെങ്കിലേ. അതുകൊണ്ട് അവന് സാമ്പാറാണ് ഇഷ്ടം. അവന് സാമ്പാർ കുറച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് അവന്റെ കാര്യത്തില് ഒരു തീരുമാനമായി. സാമ്പാറും കൂട്ടി അവന് ദോശ കൊടുക്കാം.
ചേർക്കട്ടെ. അവനുള്ള ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പം അത് തിന്നിട്ടേ പഠിക്കുന്നുള്ളെന്ന് പറഞ്ഞാൽ കഴിക്കട്ടെ അല്ലേ? പഴത്തോട് വെച്ച് ഇതുകൊണ്ട് കൊടുക്കട്ടെ. അവൻ അങ്ങനെ സാമ്പാറും കൂട്ടി ഒഴിച്ചോളൂ. ആ കഴിക്കട്ടെ. അപ്പൊ എന്റെ ദോശ ചുടിയിലെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതാ തേയിലവെള്ളം അടുപ്പത്ത് വെച്ച് ചേട്ടൻ കുളിക്കാൻ പോയി. അപ്പോഴാണ് തേയിലവെള്ളം കട്ടൻ ചായ അടുപ്പത്ത് വെക്കുമ്പോൾ ചേട്ടൻ കുളിക്കാൻ പോയെന്ന് എല്ലാവരും ഓർത്തോളും കേട്ടോ. അപ്പൊ അത് വെച്ചു. ഇനിയിപ്പം ഇത് കളഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ചെറിയ ആൾ കഴിക്കുന്നു, വലിയ ആൾക്ക് ഇവിടെ ഇരുന്നാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്. അവൻ ഇന്ന് ഇവിടെ ഇരുന്ന് ചെയ്യാമെന്നും പറഞ്ഞ് ഇന്നലെ പോകുന്നതാണ്. അന്നേരം കട്ടൻ ചായക്ക് തേയിലയൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളെടുത്തെല്ലാം വെച്ചേക്കുവാണ്. ദോശ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോവാം. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മുടെ എല്ലാം കഴിഞ്ഞു. ഇനി മൂത്തയാളുടെ കഴിക്കാനുള്ളൂ കേട്ടോ. അവൻ ചൂടോടെ വേണം. അപ്പോൾ അവൻ വരുമ്പോഴത്തേക്കും ചുട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് ഏത്തപ്പഴവും പച്ചമുളകും കൂടെ കുക്കറിനകത്തിട്ട് ഒരു വിസിലടിച്ചിട്ട് ആ വിസിലങ്ങ് ഞാൻ കളയുവേ. പുളിശ്ശേരിക്ക് വേണ്ട അരപ്പെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കതിലോട്ട് പോവാം. അപ്പം നമുക്കുണ്ടല്ലോ നമ്മുടെ ജോലികളൊക്കെ നോക്കാം അല്ലേ? അല്ലാതെ നമുക്ക് ആരാ ചെയ്തു തരാനുള്ളത്? നമുക്ക് ചെയ്യാം അല്ലേ? അപ്പം നമുക്ക് രാവിലെ ഒരു പുളിശ്ശേരി അങ്ങ് വെക്കാം. നമ്മുടെ ഏത്തപ്പഴത്തിന് അങ്ങോട്ട് അധികം പഴുക്കാത്ത ഇതാ നല്ലത്. ഇത് മൊത്തം അങ്ങ് ഇട്ടേക്കാം അല്ലേ? ലാസ്റ്റ് വരുമ്പോൾ കൂടുതലുണ്ടെങ്കിൽ ഞാൻ അങ്ങ് തിന്നും കളയും. അത്ര എന്നുള്ള പരിപാടി അതൊക്കെയാണ്. അങ്ങനെ തിന്ന് നിങ്ങളുടെ ജയ ഒരു വീപ്പക്കുറ്റിയാവും. നോക്കുന്നുണ്ട് ശരീരമൊക്കെ കേട്ടോ. ചുമ്മാ അങ്ങ് തിന്നത്തില്ല. ഇന്നത്തന്നെ എന്നും ഓരോ പഴം തിന്നും. എന്നും ഇല്ല, ചില ദിവസം വേണ്ടെന്ന് തോന്നിയ തിന്നത്തില്ല. ഇനി പച്ചമുളകും കൂടെ അങ്ങോട്ട് കീറിടാവേ. ഓരോ വീഡിയോയും കുറേ നേരം വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാലല്ലേ സമയം പോകും. വീഡിയോ ഒന്നും അതാണ്. അല്ലെ ഇന്ന് ഉച്ച വരെയോളം കാണിക്കാൻ ഞാൻ ഉച്ച വരെയോളം കാണിക്കത്തുള്ളൂ കേട്ടോ. കാരണം വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ടില്ലെങ്കിൽ പോത്തില്ല വീഡിയോ. അതുകൊണ്ടാണ് ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് നമുക്ക് അരച്ചങ്ങ് വെക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ അടുപ്പൊക്കെ അങ്ങ് കത്തിച്ച് പുളിശ്ശേരിയുടെ ഇതാകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുത്തനോട് ഞാൻ ചോദിച്ചാ, എടാ മോനെ കഴിക്കാറായോ? അപ്പൊ അമ്മ ഇല്ലമ്മേ എന്ന് പറഞ്ഞു. ഇതാ ഇപ്പൊ ഭാനും വന്നിട്ട് കഴിക്കാൻ ഇരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അവിടെ നിൽക്കും, നമ്മുടെ അടുത്തല്ലല്ലോ കുഴപ്പം, അവന്റെ അടുത്തല്ലേ കുഴപ്പം. അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല, പതുക്കെ മതി. അപ്പൊ ഞാൻ എന്നാ പറയണ്ടേ, ചുമ്മാ ഇട്ട് കൊടുത്തു നോക്കിയതാ. പക്ഷെ രക്ഷയില്ലാതായി. ചുമ്മാ ഇട്ട് കൊടുത്താ. വീഡിയോയിലൊന്നും നീ ഇപ്പൊ വരുന്നില്ല കേട്ടോ. എന്റെ വീഡിയോയിലൊന്നും ഇപ്പൊ വരുന്നില്ല പിള്ളേരൊന്നും. പിള്ളേർക്കൊക്കെ ഡോളർ കയറണമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഒരിഷ്ടമൊക്കെ വന്നതാ. മടിയന്മാരല്ല. ഇവിടെ വാടാ. എന്റെ ശ്രീദേവി ചേച്ചി എന്റെ എത്ര പേരാ ചോദിക്കുന്നത്. ഞങ്ങളുടെ താടിയൊക്കെ കളഞ്ഞു. താടി വളർത്താം, ഇച്ചിരി വളർത്തുന്ന എനിക്കിഷ്ടം ഇല്ലടാ. ഇന്ന് ഇവിടെ ഇരുന്നാ വർക്ക് ചെയ്യുന്നേ. ഞാൻ തന്നെ ഇവരുടെ കാര്യം പറയുന്നത് ഞാൻ കുഞ്ഞുവാളോട് പറയുന്നതല്ലേ പറയുന്നത് അല്ലേ? അയ്യോ പേടിച്ചും പോയി യെസ് ഒന്ന് കേട്ടപ്പോ അല്ലേ. അപ്പൊ അവന് ചൂടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ഇതെല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇതപ്പം അവിടെ ഇരുന്ന് ഒരു വിസിൽ പഠിക്കും. അപ്പൊ നമ്മുടെ പുളിശ്ശേരി ഒക്കെ ആവും. പിന്നെ ചിക്കന്റെ പരിപാടി നമ്മുടെ മെഴുക്കുവരട്ടി ഉണ്ട് കേട്ടോ. മെഴുക്കുവരട്ടിക്ക് ഇതാ അച്ചിങ്ങയും പാവയ്ക്കയും കൂടെ മെഴുക്കുവരട്ടിക്ക് ഇവിടെ നമ്മുടെ ഹെഡ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരിഞ്ഞു വെച്ചതാ കേട്ടോ. അപ്പൊ അതിനെയും കൂടെ നമുക്ക് ഇങ്ങോട്ട് അടുപ്പത്തോട്ടിടാം. ഇനിയിപ്പോൾ വെള്ളം ഇറങ്ങിയോണ്ട് ഇനിയിപ്പോൾ ഗ്യാസിൽ തന്നെ അങ്ങ് വെക്കുവാണ്. ഇന്നലെ ഞാൻ 2-3 ഐറ്റംസ് മറ്റേ അടുപ്പിൽ ചിരട്ടയും കത്തിച്ച് വെച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ. കാരണം നമുക്കറിയാൻ പറ്റുമോ. അപ്പൊ ഇത് ഉണ്ടാക്കട്ടെ. ഉപ്പുമാവ് കഴിച്ചില്ലേ മോനെ? കഴിച്ചില്ലേ?
ഉപ്പുമാവൊന്നും ഇവിടെ വെച്ച് കഴിക്കാത്ത ആളാ. അവിടെ ഉപ്പുമാവായപ്പോ ഇച്ചിരി തിന്നിട്ട് കൊണ്ട് കളഞ്ഞതല്ലേ. മോൻ കഴിച്ചു കഴിഞ്ഞ അപ്പൊ ചേട്ടൻ പുറത്തോട്ടൊന്ന് പോവാന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പോകുന്നൊന്ന് പോയി നോക്കി നിക്കണ്ടേ വഴി വാതുക്കല്. അപ്പൊ നമുക്ക് പോയിട്ട് വരാം ബാ. അപ്പൊ ചേട്ടൻ എന്താ പുറത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് പോയിട്ട് വരും. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചാറുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ഒരു പണിയും നടക്കത്തില്ല. അതുകൊണ്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് റെയിൻകോട്ടൊക്കെ ഇട്ട് അപ്പോൾ പോയേച്ചോ. ചേട്ടൻ അങ്ങനെ പോയി നമുക്ക് വീണ്ടും അടുക്കളയിലോട്ട് പോവാം. നമ്മുടെ മെഴുക്കുവരട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചായിരുന്നല്ലോ. അപ്പം അതിന് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു, തൈരൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് പുളിശ്ശേരിയിലോട്ട് പോവാം. പുളിശ്ശേരി വെച്ചിട്ട് നമുക്ക് ചിക്കൻ്റെ പണിക്ക് പോവാം അല്ലേ? ശരിയാണോ? ചിക്കൻ്റെ പണിക്ക് പോകണ്ടേ നമുക്ക്? നിങ്ങളോട് ചോദിച്ചിട്ട് ഞാൻ എല്ലാ പണിയും ചെയ്യാൻ പോകത്തുള്ളൂ. ഇനി അപ്പം നമ്മൾ അടുക്കി പെറുക്കി ചെയ്താൽ നമ്മുടെ ജോലികളെല്ലാം നീറ്റായിട്ട് ചെയ്യും അല്ലേ? അടുക്കി പെറുക്കാതെ ചെയ്തിട്ടുണ്ടോ നമ്മുടെ ജോലി തീരത്തില്ല, ഒരു കുന്തവും തീരത്തില്ല. അടുക്കി പെറുക്കി ചെയ്താൽ നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാം. ഇഷ്ടംമാതിരി സമയം നമുക്ക് കിട്ടും. അടുക്കില്ലാതെ ചെയ്താൽ ഒരു തരി സമയം കിട്ടത്തില്ല. ആരെങ്കിലും വരുമ്പോൾ ചിലവരുണ്ട്, ആരെങ്കിലും വരുമ്പോൾ കഥയൊക്കെ പറഞ്ഞ് ജോലി അവിടെ ഇട്ടെറിഞ്ഞിട്ട് കഥയും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കും. അങ്ങനെയുള്ളവരുടെ പണി തീരത്തില്ല. ഞാൻ ആ പരിപാടിക്കേ പോയിട്ടില്ല. നമുക്ക് കഥ പറയാൻ വന്നാലും നമ്മൾ ന്യൂട്രലടിച്ച് മിണ്ടണം. മിണ്ടിയില്ല അവരെന്നാ വിചാരിക്കുന്നത്, ഈ ഇവളെന്നെ ഒരു മനുഷ്യ സ്ത്രീയാണ്. മനുഷ്യ സ്ത്രീ തന്നെയാണോ അതോ രാക്ഷസിയാണോ, മനുഷ്യത്വം ഇല്ലാത്ത സാധനം എന്നൊക്കെ ആൾക്കാർ പറയും. അതുകൊണ്ട് നമ്മളെല്ലാം പഠിക്കണം. നമ്മൾ നല്ലതായിട്ട് അവരെ ഒന്ന്. ഇനി നമുക്ക് നമ്മുടെ അരി വാർക്കട്ടെ. അരി വെന്ത് നല്ല വേവുള്ള അരിയാണ്, അതുകൊണ്ട് വെന്തിട്ടുണ്ട്. അരി വാർത്തിട്ട് നമുക്ക് കാണാം. നമ്മുടെ കൊച്ചാളിരുന്ന് പഠിക്കുക കേട്ടോ. അയ്യോ ഭയങ്കര പഠിത്തം. അപ്പം നമ്മുടെ പുളിശ്ശേരിയായി, മെഴുക്കുവരട്ടി ഇനി മൂത്തോണ്ടിരുന്നാൽ മതിയല്ലോ. പിന്നെ നമുക്കിനി ചിക്കനെ വെട്ടാം. ചിക്കനെ വെട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റിലെ തന്നെ ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മല്ലി ഉണ്ടല്ലോ, ഇതാ മല്ലി കഴുകി ഉണക്കി വെച്ചേക്കുന്ന മല്ലി എടുത്താണ് ഞാൻ ചിക്കൻ വെക്കുന്നത്. ഉപ്പറാട്ടോ, ഇത്തിരി ഏറെ മല്ലി വേണേ, ഒത്തിരി ആവരുത്, എനിക്ക് കണക്കറിയാം. അതുകൊണ്ടാണ് ഇത്ര മതി കേട്ടോ. ഇത്രയും മല്ലി എടുക്കണം. പിന്നെ നമ്മുടെ വറ്റില മുളക് വേണേ. മുളക് ഞാനിവിടെ അതിൻ്റെ വാലൊക്കെ കളഞ്ഞു വെച്ചേക്കുവായിരുന്നു. മല്ലിയും മുളകും കൂടെ നന്നായിട്ട് ഒന്ന് മല്ലി ടപ് 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 എന്ന് പൊട്ടണം. എങ്ങനെ പൊട്ടണ്ടേ? ടപ് ടപ് ടപ്. അങ്ങനെ പൊട്ടുന്ന സമയം നമ്മൾ നിർത്തുക. അപ്പൊ രണ്ടിന്റെ ഇതായിരുന്ന സാരം തുടങ്ങാം. അന്നേരം നമുക്ക് വറുക്കാം. ഇത് മതി അല്ലേ? ചൂടെടുത്ത് കൈ ചില സമയം ഒറ്റ സ്പൂൺ തപ്പിയാൽ കിട്ടത്തില്ല. ചില സമയമാണെങ്കിലോ സ്പൂണിന്റെ കളിയാണ്. ഇതെല്ലാം എവിടെ പോയിരിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ എടുത്തോണ്ട് വരാതെ സമയം വെറുതെ കളയണ്ടല്ലോ. ആരുടെയും കുഴപ്പമില്ല, വെള്ളെഴുത്തിന്റെ കുഴപ്പമാണ്. അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നേ. വെള്ളെഴുത്താണെങ്കിലും അല്ലെങ്കിലും തീ കത്തിച്ചില്ല. തീയും കത്തിച്ച ഇവനെ അങ്ങോട്ട് നന്നായിട്ട് മൂപ്പിക്കുക. മൂപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് നമുക്കുണ്ടല്ലോ, ഒരു മിനിറ്റ്, ഇച്ചിരി ചിക്കൻ മസാല അല്ല, ഗരം മസാല ഇതിനെ മൂത്തെടുത്തിട്ട് മതി കേട്ടോ. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്യുന്നത്. ഇതൊന്നും മൂത്തിട്ട് മതി. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടി അങ്ങ് ഇതായിപ്പോ
ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മല്ലി പൊട്ടട്ടെ, പൊട്ടുന്നിടം വരെ, എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതേ മല്ലിയും മുളകും കൂടെ ഇച്ചിരി കുരുമുളക് ഇട്ടായിരുന്നേ, ഇവിടെ നന്നായിട്ട് ചൂടാക്കി മാറ്റി വെച്ചു. ഇനി നമുക്ക് അരയ്ക്കാം. ഗരം മസാലയും കൂടെ ഇട്ടിട്ട് വേണം ഇത് അരയ്ക്കാൻ. നമ്മുടെ ചോറൊക്കെ കുടഞ്ഞ് അതിനകത്തോട്ട് വെച്ചു. അപ്പം നമ്മുടെ ചെറിയ ആൾ പറഞ്ഞ് ശാലം നാരങ്ങാ വെള്ളം വേണമെന്ന്. അപ്പം എന്നാൽ അതും കൂടെ ഒന്ന് കലക്കി വെച്ചിട്ട് ചിക്കൻ്റെ പുറകെ പോകാം. ചിക്കനുള്ളതിൽ അരച്ചു വെച്ചല്ലോ, ഇനി സവോളയെല്ലാം ഒന്നിച്ച് ചേർത്തങ്ങ് വെച്ചാൽ മതിയല്ലോ. അപ്പം നമുക്ക് ഇറച്ചിക്ക് വേണ്ട സവോളയൊക്കെ നമുക്ക് ഒരുക്കാം കേട്ടോ. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റിലെ സവോള ഒരു 4-5 എണ്ണം മതി കേട്ടോ. മറ്റേ സൈസിലല്ല ഞാൻ വെക്കുന്നത്, വഴറ്റിയിട്ടല്ല. ഇപ്പം ഇവിടെ പണ്ടത്തെ ഞങ്ങളുടെ അമ്മയുടെ കറിയായത് കേട്ടോ. ഇപ്പം ഇങ്ങനെ വെച്ചേ പിന്നെ എല്ലാവർക്കും ഇതാണ് ഭയങ്കര താല്പര്യം. ഞാൻ അതുകൊണ്ട് രക്ഷപ്പെട്ടു, കാരണം ജോലിക്ക് കുറവുണ്ട് ഇതിന്. മറ്റേതാണെങ്കിൽ സവോള ഇട്ട് വഴറ്റി നമ്മുടെ ജീവിതം തന്നെ തീരും. സവോള വഴറ്റി ഈ സവോള എടുത്തെടുത്ത് തന്നെ നമ്മുടെ ജീവിതം പാഴായിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ സവോള വഴറ്റുകയും കൂടെ ചെയ്താലോ പറയുകയും വേണ്ട. അപ്പം ചിക്കൻ കറിക്ക് ഇപ്പം ഈ കറി രീതി വെക്കുന്നുണ്ട്. എനിക്ക് വളരെ ആശ്വാസമുണ്ട് ശരിക്കും പറഞ്ഞ. എടാ നീ പഠിക്കുവല്ലേടാ, പിന്നെ എന്തെന്നാ ഈ ഒച്ച വെക്കുന്നിരുന്നത്, വർത്താനം പറയുന്നത്? ഇഷ്ടപ്പെട്ടില്ല? ഞാനിവിടെ വീഡിയോ പിടിച്ചോണ്ടാ വർത്താനം പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തോട് നോക്കാം. അവന്മാരെയൊക്കെ നമ്മൾ നോക്കാനിരുന്നാൽ നമ്മുടെ ഒരു പണി നടക്കത്തില്ല അല്ലേ, പിള്ളേരുടെ കാര്യങ്ങളിലോട്ട് പോയാൽ. അപ്പൊ നമ്മളിത് അരിഞ്ഞ് ഇതെല്ലാം അല്ല ഒരുക്കി കഴുകട്ടെ. കഴുകിയിട്ട് നമുക്കരിയാം. കഴുകിയെടുത്തിട്ട് കഴുകാം, അല്ല അരിയാം. അരിയുമ്പോഴത്തേക്കുണ്ട് നമ്മുടെ സവാള എങ്ങനെ അരിയുന്നതെന്നറിയാവോ? ഈ കറി വെക്കാൻ ഇങ്ങനെ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ കണ്ട ചതുരത്തിൽ ഇങ്ങനെ അരിഞ്ഞാൽ മതി കേട്ടോ. അതായത് മറ്റേ രീതി നമ്മൾ നീളത്തിൽ വഴറ്റാൻ വേണ്ടിയിട്ട് തീരെ കനം കുറച്ചൊക്കെ അല്ലേ. ഇതാണെങ്കിൽ ആരോടാണ് ബൈ പറയുന്നത്? പക്രുവിനോട് ബൈ പറയും, കാലത്തിന്റെ പോക്ക്. അപ്പൊ ഇങ്ങനെ അരിഞ്ഞോണ്ട് നമുക്ക് വരാവേ. അപ്പൊ നമ്മളെല്ലാം അരിഞ്ഞു വെച്ച് ഇതെല്ലാം നമ്മള് ഇതൊക്കെ നോക്കി കഴുകി വെച്ചേക്കുന്ന ഈ എന്താ നമ്മുടെ കറിവേപ്പില. അപ്പൊ അതെല്ലാം ഞാൻ ഈ അരിഞ്ഞതിനകത്തോട്ട് ഇടട്ടെ. എന്റെ മോനെ കഴുകാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇത്ര വലിയ പീസൊന്നും ഇവിടെ ഇഷ്ടമില്ല, ചെറുതാക്കണം ഇതിനെ ഒന്നും കൂടെ. അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ഇതാ കഴുകിയെല്ലാം വെച്ച് കുറച്ച് അതെ പിള്ളേർക്ക് വറക്കാൻ ഇഷ്ടമാണ്, വറക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചേരുവക എല്ലാം കൂടെ ഒന്നിച്ചിനകത്തോട്ട് ഇടുന്നു. ഒന്നിച്ചിട്ടിട്ട് ഇനി നമ്മുടെ അരപ്പ് അരച്ചു വെച്ച അരപ്പ് കണ്ട, അരച്ചു വെച്ച അരപ്പിനെയും കൂടെ നമുക്ക് ഒന്നിച്ച് ഇതിനകത്തോട്ടിട്ടിട്ട് പെരട്ടി വേറെ പാത്രത്തിൽ നമ്മൾ വെക്കുന്ന കേട്ടോ. ഇതിനകത്തല്ല, ഇച്ചിരി കൂടെ ഉപ്പും ഇട്ട് മഞ്ഞപ്പൊടി എല്ലാം ഇട്ടത് അതിനകത്ത് കാണാമോ. നല്ലതായിട്ട് പെരട്ടി ഇച്ചിരി വെള്ളം കൂടെ, ഒത്തിരി വെള്ളം ഒഴിക്കല്ലേ, വെള്ളം ഇറങ്ങി വരും. ഉപ്പും കൂടെ ഇടണം കേട്ടോ. ഉപ്പൂടിട്ട് ചേർത്ത് നമ്മുടെ മറ്റേ പാത്രത്തിനകത്തോട്ട് വെക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാം. ഇതോടെ കഴുകി ഒഴിക്കാം. ഇങ്ങനെ
വരെയുള്ള അടുക്കളയിലെ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ചോറുണ്ടാ മതി കേട്ടോ. അപ്പൊ ഇവിടെ ഒന്ന് തൂത്തും കൂടി ഇട്ട, ഒന്ന് രാവിലെ നമ്മൾ തൂക്കുന്നതാണേ. അപ്പൊ പിന്നെ വീണ്ടും അഴുക്കായി, അതും കൂടെ ഒന്ന് തൂക്കുവാണ്. തൂത്തിട്ടിട്ട് തൂത്തെല്ലാം ഇട്ട് കഴിഞ്ഞ ഇനിയിപ്പം ഇറച്ചി വെന്താ മതി. അടുപ്പത്താക്കിയതോ ചൂലെടുത്ത് എല്ലാവരും കൈ കഴുകണം കേട്ടോ. തലയിലോട്ട് വെക്കല്ലേ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി പോവും. മുടി പൊഴിയുമെന്നാണ് ചൂലെടുത്തിട്ട് കൈ വെച്ച തലയിൽ കേട്ടോ. അപ്പൊ ആരും തലയിലൊന്നും കൈ വെക്കല്ല. എല്ലാം വൃത്തിയാക്കി ഇനി ഇതും കൂടെ രണ്ടെണ്ണം കഴുകി വെക്കാനുണ്ട്. ഇവിടെ കഴുകി വെക്കട്ടെ. നമ്മുടെ ചിക്കൻ അങ്ങനെ തിളച്ചോണ്ടിരിക്കുന്നു. ഒന്നും ആയിട്ടില്ല. ഇതിനകത്തോട്ട് വറക്കാൻ വെക്കാനാണ്. അപ്പൊ നമ്മുടെ പണി ഉച്ച വരെയുള്ളത് ഇതാ. ഇതിന് വെന്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെ പെട്ടെന്ന് ഷോൾ ഇടുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന്. വല്ലോടത്തും പോകുമ്പോ ഇതല്ല കേട്ടോ, ഇങ്ങനെ ഇടുന്നല്ലേ. വല്ലോടത്തും പോകുമ്പോ ഷോൾ ഇടുന്ന എങ്ങനെയാന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെ അങ്ങ് പിടിക്കണം. ഇതാ ഒരുപോലെ രണ്ട് വശവും നടുക്കൂന്ന് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി 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 ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് ഇടുക കേട്ടാ. എങ്ങനെ വന്നേക്കുന്നത് വേണ്ട. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ ഇടുക. ഇവിടെ പിൻകുത്തുക. ഇത് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഇടുക, പിൻകുത്തുക. കണ്ട നല്ല ലെയറായിട്ട് എവിടെയെങ്കിലും പാകപ്പഴയുണ്ട് തിരിക്കണം. കണ്ട കിടക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒന്നിച്ച് പിടിച്ച് പിൻകുത്തുക. ഇവിടം വരെ വയറുള്ളവർക്ക്, ഭയങ്കര വയറുള്ളവർക്കാണ് ഇച്ചിരൂടെ ലെയർ താത്ത് ഞൊറുവെടുക്കുക. ഇങ്ങനെ ഇടുക. കണ്ട എളുപ്പമല്ലേ? ഇങ്ങനെയാണ് ഞാൻ ഷോൾ. 2-3 രീതി ഉണ്ട്. എന്റെ പഴയ വീഡിയോ ഒന്ന് പോയി നോക്കണേ, ഞാൻ കാണിച്ചിട്ടുണ്ട് എളുപ്പത്തിൽ എങ്ങനെ ഷോൾ ഇടാന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവനെയും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും പോകുമ്പോ തോന്നിയിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടൊക്കെ പോകും. ഈ കഷ്ടം പിടിച്ച യാത്രകളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ആണെങ്കിൽ ഇച്ചിരി പാടല്ലേ, നല്ല രീതിയിലൊക്കെ ഇട്ട് പോകണ്ടേ. മറ്റാണെങ്കിൽ അല്ലാതെ കുത്താറില്ല, ചുമ്മാ കിടത്തേ ഉള്ളൂ. ഇതങ്ങോട്ട് നന്നായിട്ട് കിടന്ന് ഇതാവട്ടെ, വേവട്ടെ. എന്നിട്ട് നമുക്ക് നിർത്തി വെക്കാം കേട്ടോ. ഇനി ഞാൻ എന്നെ കാണിക്കാൻ പോന്നെ ഇത് ഉച്ചവരെയുള്ള കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ട ഇച്ചിരി കൂടെ നല്ലതായിട്ട് വരണ്ടിരിക്കുന്നതാണ് ഇവിടെ ഇഷ്ടം. അപ്പം അങ്ങനെ ആയിട്ട് നമുക്ക് കടുക് വറുക്കണം. കടുക് വറുക്കാൻ എന്താ ചീനച്ചട്ടിയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കടുവും കൂടെ വറുത്ത നമ്മുടെ ചിക്കൻ കറി റെഡി. ഞാൻ ചിക്കൻ കൂട്ടിയില്ലല്ലോ, എന്താ എനിക്ക് നന്നായിട്ട് വെക്കാനറിയാം കേട്ടോ. നമ്മുടെ ഇവിടെ അങ്ങനെയൊക്കെയല്ലേ പഠിപ്പിച്ചത് നമ്മളെ നമ്മുടെ അമ്മമാർ. അതുകൊണ്ടാണ്, അല്ലാതെ നമുക്കെങ്ങനെ അറിയാനാ അല്ലേ. എന്താ ചേട്ടൻ വന്ന് നോക്കായിരുന്നു, ആരോടെ ഇവിടെ ഈ സംസാരിക്കുന്നു. ഇപ്പം അറിയാം. അപ്പം നമ്മുടെ ചിക്കൻ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഉള്ളിയും ഇതും എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കടുക് വറുക്കാനുള്ളത്. അപ്പം ഇച്ചിരിടാവട്ടെ, എന്നിട്ട് കടുക് വറുക്കാം. ടേസ്റ്റ് ഇച്ചിരി കൂടെ ആയിക്കോട്ടെ, ഇച്ചിരി കൂടെ പറ്റട്ടെ. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാൻ കൊടുക്കാം എല്ലാവർക്കും അല്ലേ. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ഓക്കെ ആയി കേട്ടോ. അതാ കടുക് വറുക്കാനും ഇട്ടു, കടുക് വറുക്കാനിട്ടു, കടുക് പൊട്ടി. ഇനി നമുക്ക് എന്നാ എടുക്കണം, ഇതിനകത്തോട്ട് നമുക്ക് ചേർത്തേക്കാം. നമ്മുടെ ചിക്കൻ കറിയിലോട്ട് ചേർത്തേക്കാം. സൂപ്പർ കറിയാട്ടോ. ഞാനിങ്ങനെ പിടിക്കും, ഞാൻ വീഡിയോ എടുക്കുക. അപ്പൊ നമ്മുടെ ചിക്കന് സൂപ്പറായി. കടുവും വറുത്തു. കാണിച്ചേ നമ്മുടെ ഉച്ചവരെയുള്ള എന്റെ ഡേ ഇൻ മൈ ലൈഫ്. ഡേ ഇൻ മൈ ഉച്ചവരെ ഉള്ളു കേട്ടോ.
മൊത്തമായിട്ടുള്ളതല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഉച്ച കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നറിയാവോ, വീഡിയോ നമുക്ക് ഇതാവത്തില്ല. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ എല്ലാവർക്കും അറിയാം എന്തൊക്കെ പണിയാണ്. കാണിച്ചത് കണ്ട അടിപൊളി ചിക്കൻ കറി. നല്ലതായിട്ടോ ചിക്കൻ കറിയൊക്കെ നമുക്ക് വെക്കാനറിയാം. കൂട്ടിയില്ലേലും നമുക്ക് വെച്ച് കൊടുക്കണ്ടേ ഇവർക്കൊക്കെ. അതുകൊണ്ട് നമ്മൾ വെച്ച് വേണം. ചേട്ടൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുവാണ്, എടുക്കുവാണ്. ചന്തുക്കുട്ടന് ഇച്ചിരി കൊടുക്കാൻ പറഞ്ഞായിരുന്നേ. ഇത് ചന്തുവിനാണോ? ആ അപ്പൊ ടേസ്റ്റ് ചെയ്യട്ടെ. ഞാൻ അതുകൊണ്ട് ഞാൻ പറയാത്തില്ല. ഞാൻ വരണമെന്നൊക്കെ പറഞ്ഞ ഒരു പാട്ടൊക്കെ പാടണമെന്ന് പറഞ്ഞിരുന്ന ഈ ചൂട് സമയത്തൊക്കെ ഷർട്ട് ഇട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ആരെങ്കിലും വേർപ്പെന്ന് പറഞ്ഞാൽ മതി. ഉടനെ തന്നെ എനിക്ക് ഇറിറ്റേഷനാണ്. അച്ഛനും ഇളയ മകനും കൂടി ടേസ്റ്റ് ചെയ്യാൻ പോകും. മൂത്തതിന് പിന്നെ അങ്ങനെ ഇടയ്ക്കൊന്നും വേണ്ട. അവൻ പിന്നെ ഊണ് കഴിക്കുമ്പോൾ മാത്രമേ ഒറ്റ പ്രാവശ്യം കഴിക്കുള്ളൂ. അപ്പൊ ചേട്ടൻ ടേസ്റ്റ് ചെയ്തോ? ഓക്കെ. അപ്പൊ നമുക്കിനി പിന്നെ കാണാം. അപ്പൊ നമ്മുടെ ഉച്ച വരെയുള്ള പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒത്തിരി ചോറൂടുണ്ടാൽ മതി കേട്ടോ. ചോറൂട് ഉണ്ണുമ്പോൾ നമുക്ക് വെടിയെടുക്കാം. പിന്നെ അപ്പോഴാണ് ഞാൻ ഓർത്തെ ഇന്ദു ശരത് ഇന്ദു എന്നും പറഞ്ഞുള്ള ഒരു കുട്ടി എനിക്കൊരു മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി ഈ പായ്ക്കൊന്ന് ഉപയോഗിച്ച് നോക്കിക്കുക ചേച്ചി, അടിപൊളി റിസൾട്ടാണ്. എൻ്റെ കമൻ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ ആ പായ്ക്ക് ഞാൻ നാളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. നാളെ ആ ടിപ്സ് കാണിച്ചു തരാം. ഞാനും ഒന്ന് ചെയ്ത് നോക്കാമല്ലോ എനിക്ക് റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇരുണ്ടാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓരോ റിസൾട്ട് ശരിക്കും കിട്ടാറുണ്ട് കേട്ടോ. ഉള്ള കാര്യം പറയാണ്. അതിന് മുമ്പ് ഞാൻ ഓരോന്നൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഇതാവുന്നത്. അപ്പൊ ആ കുട്ടി പറഞ്ഞ എന്ത് സഹായങ്ങളാണ് പിള്ളേരൊക്കെ ചെയ്യുന്നത്. ഞാൻ തന്നെ ഓർത്തപ്പോ ദൈവമേ എനിക്ക് ഓരോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തരുന്നുണ്ടല്ലോ. എനിക്ക് ചില ദിവസം ഞാൻ ഓർപ്പോ നാളെ എന്താ വീഡിയോ ഇടുന്നത്, എന്താ ഇടണ്ടേ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആലോചനയായിരിക്കും. എന്ത് വീഡിയോ നാളെ ഇടും ഇങ്ങനെയൊക്കെ ഓർക്കും. അപ്പൊ ദൈവം എനിക്ക് കൊണ്ടു തന്ന പോലാണ് ആ കുട്ടി എനിക്ക് പറഞ്ഞു തന്നപ്പോ ആ വീഡിയോ നമ്മൾ ശരിക്കും അത് ഇട്ട് കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു പുച്ഛിക്കുമല്ലേ നമ്മൾ അവരോട്. എനിക്ക് ശരിക്കും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോ അത് ഞാൻ നാളെ തീർച്ചയായിട്ടും ആ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ആരാണേലും കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നോട് ഒത്തിരി നല്ല ഇതൊക്കെ പറഞ്ഞ് ടിപ്സൊക്കെ തരുന്നതിനും ഞാൻ ടിപ്സ് നിങ്ങൾക്ക് കാണിക്കുന്നതിനും എന്നോടും എല്ലാവരും ഉപകാരങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം നമുക്ക് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോറിനാൻ പോട്ടെ. നമുക്ക് ചോറ് വിളമ്പാം കേട്ടോ. ചോറ് വിളമ്പാം. പുളിശ്ശേരിക്ക് തവി വേണം അല്ലേ? പുളിശ്ശേരി തവി. തീയൽ നിനക്ക് പണ്ട് തീയൽ ഇഷ്ടമല്ല വേണ്ടേ? ചിക്കൻ ചോറൂണ് ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞിട്ട് ഓരോരുത്തർക്ക് ചോറ് കൊണ്ട് കൊടുത്തു. ഇതാ അവൾ കഴിക്കുന്നു, കുഞ്ഞാവ കഴിക്കുന്നു, അമ്മ കഴിക്കുന്നു, കുഞ്ഞ് കഴിക്കുന്നു. ഒരുത്തിതേ ഇവളാണ് എപ്പോഴും ഫസ്റ്റ് അടിക്കുന്നത് കേട്ടോ. അത് നമ്മുടെ ഇക്രു. അവൾ മൂത്രം ഒഴിക്കാൻ വേണ്ടി ചോറൊക്കെ ഉണ്ട്. മൂത്രമൊക്കെ ഒഴിച്ചിട്ട് അകത്ത് കയറും കൂട്ടിനകത്ത്. അവൾക്ക് വയസ്സിപ്പോൾ 12 വയസ്സല്ലേ?
അവൾക്ക് 12 വയസ്സാ ചേട്ടാ ഇത്. എല്ലാവരും ഓരോരുത്തരും ഇവിടെ ഇപ്പൊ അതെ ചേട്ടൻ വിളിക്കുന്ന ഉടനെ അവൾ അങ്ങോട്ട് പോയ അവൾ ഓടി വരും കേട്ടോ. ഓടി വന്ന് കയറും കണ്ടോ. ഇനി കൂട്ടി കയറാൻ പോണേ. ബാ കയറിക്കോ കണ്ടോ. ഭയങ്കര അനുസരണയാണ്. ഇപ്പോഴാണ് കൂടുതൽ അനുസരണ വന്നു തുടങ്ങിയത്. അടച്ചോളാവേ. അവിടെ വേറൊരാൾ ഇവിടെ ഒരു ചിക്കൻ്റെ കാലൊക്കെ പിടിച്ചിരിപ്പുണ്ടേ. കുറേ നേരം വേണം. ഒരു എല്ലും കഷ്ണം കൈ കിട്ടിയാൽ അത് വെച്ച് തിന്ന് തീർക്കണമെങ്കിൽ കുറേ നേരം വേണം. ഇതാ അവൻ ഇതിനകത്താണ് ചോറ് കൊടുക്കുന്നത്. എല്ലാവർക്കും നല്ല പാത്രങ്ങളെല്ലാം എന്നും കഴുകും കേട്ടോ. പാത്രമൊക്കെ നല്ല വൃത്തിക്ക് കഴുകും. അപ്പം ഇവരെല്ലാവരും കഴിക്കട്ടോ കേട്ടോ. ഇതാണ് എൻ്റെ ഉച്ച വരെയുള്ള ശരിക്കും പറഞ്ഞാൽ ഉള്ള ജോലി. അപ്പം ഇതിനിപ്പം ഞാൻ ഇവർ കഴിച്ച് കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകി കമത്തി വെക്കും. ഇത് ഒരാൾ കഴിച്ചു, അടുത്ത ആളുടെ പാത്രം ഇപ്പോൾ എടുക്കും. മറ പാത്രം എടുക്കട്ടെ. ഇതേ അടുത്ത ആളുടെ പാത്രം എടുത്തു. അടച്ചേക്കാവേ. ഞാൻ അമ്മയും മോളും കഴിച്ചോ? അമ്മയും മോളും കഴിച്ചു കഴിഞ്ഞോ? നീ മറിക്ക. നിൻ്റെ പാത്രം ഇങ്ങതാ. നിൻ്റെ പാത്രം കുഞ്ഞവിടെ കഴിക്കുന്നേ ഉള്ളൂ. കുഞ്ഞ് കഴിച്ചോട്ടെ പാവം. പിന്നെ എടുത്താൽ മതി പാത്രം. അപ്പം ഇതെല്ലാം കൂടെ ഞാനിനി കഴുകി വെക്കട്ടെ. കണ്ട, ഇത്രയാണ് ഞങ്ങളുടെ ഉച്ച വരെയുള്ള എൻ്റെ പണി. അപ്പോൾ ഇതെല്ലാം കഴുകി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്ന് എന്താ ചെയ്യുന്നത്, നമ്മുടെ എല്ലാ വ്ളോഗും ഓരോരുത്തരുടെ നേരത്തെ വന്നവരുടെ വ്ളോഗൊക്കെ കാണും. ബിജീസ് കിച്ചണൊക്കെ ഇപ്പം വന്ന് കാണും. അത് കഴിഞ്ഞ് വന്നവരുടെ എല്ലാവരുടെയും വ്ളോഗും കാണും. കമൻ്റ് ഇടും. എൻ്റെ കമൻ്റ് ഇട്ടവർക്ക് മറുപടി കൊടുക്കും. അങ്ങനെയൊക്കെ. ഇത് നന്നായിട്ട് കഴുകട്ടെ. കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ട് കഴുകാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഉച്ച വരെയുള്ള എൻ്റെ പണികൾ കഴിഞ്ഞു. ഇനി ഞാൻ പോയി കിടന്ന് എന്താ അമ്മ ഇവിടെയും കിടക്കും. ഞാനും ചേട്ടനും ആ മുറിയിൽ. ഒരു മോൻ ഇവിടെ റെസ്റ്റ് എടുക്കും. ഒരു മോൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് ഫ്രീ ടൈം ആണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ എൻ്റെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ. അപ്പം ഇനി ഞാൻ എല്ലാവരുടെയും വ്ളോഗൊക്കെ കാണും. നേരത്തെ വന്നവരുടെ വ്ളോഗ് കാണും. നേരത്തെ ചിലവരൊക്കെ നേരത്തെ ഇടത്തില്ലേ വ്ളോഗ്, അതൊക്കെ ഇടും. ഇട്ടത് കാണും. പിന്നെ കമൻ്റ് ഇടുന്നവർക്ക് അതിൻ്റെ മറുപടി കൊടുക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. എനിക്ക് എന്നിട്ടൊരു 3 ആകുമ്പോഴേ ഞാനൊന്ന് മയങ്ങാൻ കിടക്കും. അലാറം വെച്ചാൽ കിടക്കുന്നത് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പം ഉറങ്ങിപ്പോയെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ എല്ലാം പോകും. അതുകൊണ്ടാണ്. അതായത് കറക്റ്റ് 3:30 ആകുമ്പോൾ ഞാൻ എഴുന്നേക്കും. 3:27 അലാറം വെക്കും. അരമണിക്കൂർ തികച്ചേ ഒന്ന് ചിലപ്പോഴേ മയങ്ങത്തോടെ ഇപ്പൊ കേട്ടോ. കാരണം ഒത്തിരി കാണാനുണ്ടല്ലോ വീഡിയോസ്. നമുക്ക് കാണാതെ ചുമ്മാ പിടിച്ച് സൂപ്പർ അടിപൊളി ഇങ്ങനെ ഇടാൻ എന്നെ കിട്ടത്തില്ല. എനിക്ക് കണ്ടതിന് ശേഷം ഞാൻ ഇടത്തുള്ളൂ. ചിലപ്പോൾ ഞാൻ സൂപ്പർ അടിപൊളി ഇടുന്നതിന്റെ കാരണം നമുക്ക് നീട്ടിക്കെട്ടിയിടാൻ സമയം കാണത്തില്ല. അതുകൊണ്ട് മാത്രം, അല്ലാണ്ട് കാണാനിട്ടല്ല കേട്ടോ. അത് പ്രത്യേകം ഓർത്തോണം എല്ലാവരും. നമുക്ക് അങ്ങനെ കളിപ്പീര് പരിപാടിയൊന്നുമില്ല. നമുക്ക് അങ്ങനെ കളിപ്പിക്കുകയും വേണ്ട ആരെ. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്നു അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം. ഇപ്പൊ മോണിറ്റൈസേഷൻ ആകാത്തവരാണെങ്കിലും ഡോളർ ഫുൾ 100 ആകാത്തവരാണെങ്കിൽ പോലും എല്ലാവരും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം. കാരണം എപ്പോഴാണേലും നമുക്ക് ഇതിന്റെ ഗുണം കിട്ടാതിരിക്കത്തില്ല. നമുക്ക് എപ്പോഴാണേലും ഇച്ചിരി വൈകി, ചിലവർക്ക് നേരത്തെ കിട്ടും, ചിലവർക്ക് വൈകി കിട്ടും. വൈകിയാണെങ്കിൽ പോലും എല്ലാവർക്കും പൈസ കിട്ടും. അത് 100% ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും മുടങ്ങാതെ വീഡിയോ ഇടണം. ഡെയിലി വീഡിയോ ഇടണം. ഇന്നിട്ടിട്ട് നാളെ ഇടാതിരിക്കരുത്. അത് ഞാനൊരു പ്രത്യേകം പറയാം. എത്ര സമയമില്ലെങ്കിലും എങ്ങനെയും ഒരു വ്ളോഗാക്കി ഉണ്ടാക്കി നമ്മൾ എത്ര സമയമില്ലെങ്കിലും വീട്ടിൽ നമ്മൾ ആഹാരം വെച്ച് കഴിക്കാൻ വെക്കുന്നില്ലേ, ആ ഒരെണ്ണം എടുത്തിട്ടാൽ മതിയല്ലോ നമുക്കൊരു വ്ളോഗായിട്ട്. അതുകൊണ്ട് ആരും പുറകോട്ട് പോവരുത്. എല്ലാവരും വീഡിയോ ഇടണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം കേട്ടോ. അപ്പം ടാറ്റാ.